അറ്റത്തെ കിളിക്കൂട്ടിലാണെങ്കിൽ നിധിക്ക് വേണ്ടി സ്വയം മാറാനൊരുങ്ങി സുധീഷ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് നിധി സുധീഷിനെ മനസ്സിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ട്. അതായത് നിധിയുടെ മനസ്സ് മെല്ലെ മെല്ലെ സുധീഷിലേക്ക് അടുക്കുന്നുണ്ട് എന്ന് സാരം. ഇതേ സമയം സുധീഷ് അത് തിരിച്ചറിയുന്നില്ല. എന്നിരുന്നാലും നിധിക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ സങ്കടങ്ങളും സുധീഷ് തൻ്റെ സങ്കടമായി കാണുന്നതിൽ നിധിക്ക് നല്ല രീതിയിൽ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിധിയാണെങ്കിൽ നമ്മുടെ സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷെ ഇങ്ങനെ നടന്നാലൊന്നും സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ സുധീഷ് കള്ളവും കാര്യങ്ങളൊന്നും പറയരുത്, അതിനുവേണ്ടി മാറിയേ മതിയാവൂ എന്ന് പറയുന്നു. അത് കേട്ടതും എൻ്റെ നിധി താൻ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിനോട് പറയുന്നുണ്ട്, താൻ അമ്പലത്തിൽ പോയിട്ട് മാലയിടണം, മലയ്ക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു അപ്കമിങ് എപ്പിസോഡാണ്. ഇതേ സമയം സുധീഷാണെങ്കിൽ ഇതൊക്കെ വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണം വേണം, എന്നാലാണ് താൻ ഇനിയും കള്ളത്തരങ്ങളൊന്നും പറയാതിരിക്കുള്ളൂ, പ്രവർത്തിക്കാതിരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നിധിയുടെ ആവശ്യപ്രകാരം സുധീഷാണെങ്കിൽ മാലയണിയാനായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അവിടെ എന്തോ ചെറിയൊരു അടിപിടിയും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അത് അപ്കമിങ് ആയിട്ട് നമുക്ക് പ്രമോയിൽ കാണാനായിട്ട് സാധിക്കും. അതായത് സുധീഷിന് ഒതുക്കത്തിൽ കിട്ടുമ്പോൾ നാളെ വേദനിപ്പിച്ച് വിടുന്നവർ വീണ്ടും സുധീഷിനെയും നിധിയെയും കളിയാക്കാനും തല്ലിച്ചതയ്ക്കാനുമായിട്ട് ശ്രമിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നെല്ലാം നിധിയെ രക്ഷിക്കാനായിട്ട് സുധീഷ് അവരെ വീണ്ടും തല്ലിച്ചതയ്ക്കുകയും അവരെ തല്ലി തരിപ്പണമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം സുധീഷിനെ ചേർത്ത് പിടിക്കുന്ന നിധിയെ ചേർത്ത് പിടിക്കുന്ന സുധീഷ് നല്ലൊരു എപ്പിസോഡിന് തുടക്കമാകുന്നുണ്ട് കേട്ടോ നാളത്തോടു കൂടി. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.